നമസ്കാരം. ഡ്രാഫ്റ്റ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വേൾഡ് കപ്പ് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. വമ്പന്മാരെ മറികടക്കുന്ന കുഞ്ഞന്മാര്, വമ്പന്മാരെ വിറപ്പിക്കുന്ന മിന്നോസ്. ഇനി മിന്നോസ് എന്ന് വിളിക്കേണ്ടതില്ല, ഇനി ഞങ്ങളെ അങ്ങനെ വിളിക്കേണ്ടതില്ല എന്ന് ഉറക്കെ വിളിച്ചോതുകയാണ് ഈ ടീമുകൾ. നേപ്പാൾ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയോട് തോറ്റു, ശരിയാ, പക്ഷെ എന്തൊരു പോരാട്ട വീര്യമാണ് കാണിച്ചത്. അവസാനം ഒറ്റ റണ്ണിനാണ് അവർ വീണു പോയത്. ആ റണ്ണൗട്ട് ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നേപ്പാൾ ക്രിക്കറ്റ് വല്ലാത്ത രൂപത്തിൽ ആഗ്രഹിച്ച ചില കാര്യങ്ങളുണ്ട്, അതിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞേനെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവസാനം ഒറ്റ റണ്ണിന് അവർ വീണു പോവുകയായിരുന്നു. എന്തായാലും കളിയിൽ 20 ഓവർ ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്കയുടെ വമ്പൻ ബാറ്റിംഗ് നിരക്ക് എടുക്കാൻ കഴിഞ്ഞത് വെറും 115 റൺസാണ്. 7 വിക്കറ്റ് നഷ്ടത്തിൽ 115. മറുപടി ബാറ്റിങ്ങിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 114 നേപ്പാൾ എത്തിച്ചേർന്നത്. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ഹെൻറിക്ക് 49 പന്തിൽ നിന്ന് 43 റൺസ് എടുത്തു. 5 4 1 6. അദ്ദേഹമാണ് ടോപ്പ് സ്കോറർ. ബാക്കിയുള്ളവർക്കൊന്നും അത്രയൊരു മികവിലേക്ക് പോകാൻ പറ്റിയില്ല. സ്റ്റെപ്സ് 18 പന്തിൽ നിന്ന് 27 റൺസ് എടുത്തു. അത് ഒഴിച്ചാൽ പിന്നെ ഡീകോക്ക് 10, മർക്കളം 15, ക്ലാസൻ 3, മില്ലർ 7, യെൻസൻ 1. ഇങ്ങനെ അവരാകെ വീണുപോയി. 115 റൺസാണ് ആകെ എടുത്തത് എന്ന കാര്യം കൂടി നോക്കുക. ബേർട്ടൽ 4 ഓവറിൽ 19 റൺസിന് 4 വിക്കറ്റും, അതുപോലെ ഏറി 4 ഓവറിൽ 21 റൺസിന് 3 വിക്കറ്റും വീഴ്ത്തുകയായിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ നേപ്പാളിന് വേണ്ടി ഷെയ്ഖ് 49 പന്തിൽ നിന്ന് 42 റൺസിന്റെ ഇന്നിങ്സ് കളിച്ചു. 21 പന്തിൽ നിന്ന് 13 ഓപ്പണറായിട്ടുള്ള ബുർട്ടൽ നേടിയിരുന്നത്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി സാഹ് 24 പന്തിൽ നിന്ന് 27 റൺസ് പഠിച്ചു. മത്സരം അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഒരു 2 ഓവറിൽ 12 റൺസ്, 13 റൺസ്, ആ ഒരു റേഞ്ചിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവസാന ഓവറിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ബൗണ്ടറി വന്നു. പിന്നെ അവസാനത്തെ പന്തിലെ ആ റണ്ണൗട്ട് കാര്യങ്ങൾ അങ്ങ് അവസാനിപ്പിച്ചു. എന്തായാലും മത്സരം ഒറ്റ റൺസിന് നേപ്പാൾ പരാജയപ്പെട്ടു. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഡ്രാഫ്റ്റ് ടോക്സ് എത്താം.